പ്രകൃതിയിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും മലിനീകരണം നിയന്ത്രിക്കുന്നതിനും ഓർക്കിഡുകൾക്ക് വലിയ പങ്കുണ്ട്. ശ്രദ്ധയും ചിട്ടയും കരുതലും ഉണ്ടെങ്കിൽ ഏത് കാലാവസ്ഥയിലും വീട്ടിലും വളർത്താം. പ്രായപൂർത്തിയായ ഒരു ചെടിയിൽ നിന്ന് 6 മാസം വരെ പൂക്കൾ ലഭിക്കും. നല്ല രീതിയിൽ കൃഷി ചെയ്താൽ മികച്ച വരുമാനവും ലഭിക്കും. ശുദ്ധമായ വെള്ളമാണ് വേണ്ടത്. വളപ്രയോഗം ആവശ്യമായി വന്നാൽ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവയടങ്ങിയ NPK വളരെ കുറച്ച് നൽകണം. പൂവിൻ്റെ ഭംഗി കണ്ടു മാത്രം തിരഞ്ഞെടുക്കേണ്ട ഒന്നല്ല ഓർക്കിഡുകൾ. വീട്ടിൽ ഓർക്കിഡ് പരിപാലിക്കാൻ മണ്ണ് ആവശ്യമില്ലാത്തതിനാൽ ചകിരി, കരി, കല്ലുകൾ എന്നിവയിൽ നടാം. നല്ല വെളിച്ചം വേണം. നേരിട്ടുള്ള വെയിൽ പാടില്ല. ഇടയ്ക്കിടെ നനച്ചാൽ മതി. തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഉണങ്ങിയ ഇലകൾ പൊഴിക്കുമ്പോൾ പൂക്കും. കെന്നോസിസ്, വാൻഡ, ഡെൻഡ്രോബിയം പോലുള്ള വിവിധയിനം ഓർക്കിഡുകൾക്ക് പ്രത്യേക പരിചരണമാണുള്ളത്. അതുകൊണ്ട് ഇനം തിരിച്ചുള്ള പരിചരണം നല്ലതാണ്. ഓർക്കിഡ് പരിചരണത്തിനുള്ള പ്രധാന കാര്യങ്ങൾ ഇവയാണ്. മണ്ണ് ആവശ്യമില്ലാത്തതിനാൽ ചകിരി, കരി എന്നിവയിൽ വെക്കുമ്പോൾ അത് ഉണങ്ങുമ്പോൾ മാത്രം നനയ്ക്കുക. അധികം നനഞ്ഞാൽ വേരുകൾ ചീഞ്ഞു പോകും. വെളിച്ചം. നേരിട്ടുള്ള വെയിൽ പാടില്ല. കിഴക്ക് ദിശയിലുള്ള ജനലിൻ്റെ അടുത്ത് വയ്ക്കുന്നത് നല്ലതാണ്. വീട്ടിൽ ഓർക്കിഡ് വളർത്തുന്നത് ഒരു ആസ്വാദനമാണ്. നിങ്ങളുടെ ഓർക്കിഡിൻ്റെ ഇനം തിരിച്ചറിഞ്ഞ് പരിചരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാകും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ ഓർക്കിഡിനെ നമുക്ക് നല്ല രീതിയിൽ കീടബാധയൊന്നും ഇല്ലാതെ വളർത്തുവാൻ സാധിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ധാരാളം നെഗറ്റീവ് കമൻസുകളായിരുന്നു വന്നത്. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഒന്ന് കയറി കണ്ടേക്കണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കഞ്ഞിവെള്ളം, പഴത്തൊല്ലി വെള്ളം, അരി കഴുകിയ വെള്ളം എന്നിവയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചെടികൾക്ക് സംഭവിക്കുന്നത്, അത് കൂടിയാലും കുറഞ്ഞാലും അളവിന് നൽകിയാലും അതിൽ ബാക്ടീരിയയുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഞാനൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ ചെടികളിൽ നിന്ന് കുറച്ച് ചെടികൾ മാറ്റി അതിൽ ഈ പറഞ്ഞ രീതിയിൽ വളം പ്രയോഗിച്ചു. ചെടിയുടെ അവസ്ഥ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും. കാരണം പലരും ജൈവവളങ്ങൾ ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് അവർക്ക് റിസൾട്ടൊക്കെ കിട്ടിക്കാണും. പക്ഷേ അതിൽ കൂടുതലും നെഗറ്റീവ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. കാരണം ഓർക്കിഡിനെന്ന് വെച്ചാൽ ഓർക്കിഡിന് ജൈവവളങ്ങൾ പ്രയോഗിക്കുമ്പോൾ കൂടുതൽ ഫംഗസ് ബാധ ഉണ്ടാകാൻ കാരണമാകും. ഞാനൊരു 5 ഇഞ്ചിൻ്റെ ഒരു പോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ചകിരിയും പിന്നെ കുറച്ച് കല്ലുകളും ഇട്ട് ചെടി അധികം താഴ്ന്നു പോകാതെ അതിൻ്റെ റൂട്ട് കാണത്തക്ക വിധം പോട്ടിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ ഓർക്കിഡ് യൂട്യൂബേഴ്സും പറയുന്ന മാതിരി കഞ്ഞിവെള്ളം, പഴത്തൊല്ലി വെള്ളം, അരി കഴുകിയ വെള്ളം എല്ലാം ഞാൻ സമയാസമയങ്ങൾ കൃത്യമായി വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഞാൻ ഇതിനകത്ത് ഒഴിച്ച്. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ആർക്കും ദേഷ്യമൊന്നും തോന്നരുത്. അമ്മാതിരി കമൻസുകളാണ്. ഞാൻ കഴിഞ്ഞ വട്ടം ഓർക്കിഡിനെ കുറിച്ച് ഈ വക ജൈവവളങ്ങൾ ഓർക്കിഡിന് ഒഴിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് അതുമാതിരിയുള്ള കമൻസാണ് വന്നത്. ഈ കമൻറ്റിൽ പറഞ്ഞേക്കുന്നത് സനില, ഈ വളങ്ങളെല്ലാം യൂസ് ചെയ്യാം, ബട്ട് ഉപയോഗിക്കുന്ന ക്രമം കൂടി മനസ്സിലാക്കണം എന്നാണ്. ഇത് തന്നെ ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞു. എത്ര ക്രമത്തിൽ നമ്മൾ ഉപയോഗിച്ചാലും അഥവാ കൂടിയാലും വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാലും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. അരി കഴുകിയ വെള്ളത്തിനും കഞ്ഞിവെള്ളത്തിനുമൊക്കെ ഒരു തരം പശയുണ്ട്. അത് കീടങ്ങളെ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ചെടികളിലേക്ക് ആകൃഷ്ടരാക്കുകയും പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, നമ്മുടെ ചെടി തന്നെ അവ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. അടുത്ത ഒരു കമൻറ്റാണ്, ഇപ്പോൾ ജൈവവളങ്ങൾ കൊടുക്കാറില്ല, അതുകൊണ്ട് ഒച്ചിൻ്റെ ശല്യവും കുറഞ്ഞു. കറക്റ്റാണ്. എനിക്കും സെയിം റിസൾട്ട് തന്നെയാണ് ഉണ്ടായത്. ഈ ജൈവവളങ്ങൾ കൊടുത്തു കഴിയുമ്പം ധാരാളം ഒച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു. എൻ്റെ ഓർക്കിഡിനകത്ത് അങ്ങനെ ഒച്ചിൻ്റെ ശല്യമൊന്നും ഇപ്പോൾ ഉണ്ടാകാറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ചെടികൾക്ക് കൂടുതലും ഉണ്ടാവുന്നത്. അതും ഓർക്കിഡ്, എല്ലാ ചെടികളുടെ കാര്യവും ഞാൻ പറയുന്നില്ല, പക്ഷേ മെയിനായിട്ട് ഓർക്കിഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓർക്കിഡിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ അതിൽ കീടബാധ പെട്ടെന്ന് ഏൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കാം. വെയിറ്റ് ആൻഡ് സീ.